നമസ്കാരം. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അവരുടെ ആഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ ചിന്തകളായിക്കോട്ടെ, അവരുടെ കഴിവുകളായിക്കൊള്ളട്ടെ, അവരേതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പെരുമാറുന്നതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ആൾക്കാർക്കും അവരുടേതായ പേഴ്സണാലിറ്റിയാണ്. അവരെല്ലാവരും വ്യത്യസ്തരാണ്. അവരെല്ലാവരും അവരുടേതായ യുണീക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയണം. എങ്ങനെ ഒരാളുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വ്യക്തി എങ്ങനെ ആ സാഹചര്യത്തെ മറികടക്കുന്നു എന്നത് അനുസൃതമായിരിക്കും നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നത്. ചിലർ നല്ലപോലെ സംസാരിക്കാൻ വാചാലരായിരിക്കും, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ആ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിവുള്ളവരായിരിക്കും. അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. മറ്റു ചിലർ വെൽ ഡ്രസ്ഡ് ആയിരിക്കും, അവർ വെൽ ഗ്രൂംഡ് ആയിരിക്കും. അപ്പം അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ പേഴ്സണാലിറ്റിയാണത് എന്നുള്ളത്. അതുപോലെ മറ്റു ചിലർ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ മറ്റൊരാളെ ആതിഥേയത്വം എങ്ങനെയൊക്കെ ആയിരിക്കും, അതൊക്കെ ഓരോ ആൾക്കാരുടെയും പേഴ്സണാലിറ്റി ബേസ് ചെയ്ത് വ്യത്യസ്തമായിരിക്കും. എങ്ങനെ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് എടുക്കാം? സോഷ്യലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സോഷ്യലി നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് വിഭിന്നമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്കൊരു വലിയൊരു സഭ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കാം, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കറക്റ്റായൊരു വേയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ല. കാരണം അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി റിലേറ്റ് ആയിട്ട് അവർ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ഗ്യാപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടായിട്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ഈ അത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി കാഴ്ചവെക്കുന്നത്. ചിലർക്ക് വെൽ ഡ്രസ്ഡ് ആയിരിക്കുമെങ്കിലും അവർക്ക് അതിനുള്ള കോൺഫിഡൻസ്, അതായത് ചില ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ നമുക്ക് ആ ഡ്രസ്സ് നമുക്ക് നന്നായിട്ടില്ല, അല്ലെങ്കിൽ ഈ ഡ്രസ്സായിരിക്കും നമുക്ക് കുറച്ചുകൂടി സ്യൂട്ട് ചെയ്യുന്നതെന്ന് ഒരാൾ പറയുമ്പോൾ അവരുടെ കംഫർട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഓക്കെ ആക്കാനുള്ള ഒരു പ്രശ്നം, അതെങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അങ്ങനെ എങ്ങനെ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാം, എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. അപ്പം വരും വീഡിയോകൾ തീർച്ചയായും നിങ്ങൾ കാണണം. ബൈ.